വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നിയമജ്ഞൻ യേശുവിൻ്റെ അടുക്കൽ സുപ്രധാനമായ നിയമം ഏത് എന്ന് ചോദിക്കുന്നതാണ് സുവിശേഷ ഭാഗം. ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, നിയമങ്ങൾ കൃത്യമായി അറിയാമെന്ന് അവകാശപ്പെടുന്നവനും അത് പഠിപ്പിക്കുന്നവനുമായ ഒരു മനുഷ്യനാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് സുപ്രധാനമായ നിയമം എന്തെന്ന് ചോദിക്കുന്നത്. യേശുനാഥന്റെ പ്രവൃത്തികളെ പലപ്പോഴും പരിസയർക്കും നിയമജ്ഞർക്കും അംഗീകരിക്കാൻ കഴിയാതെ പോയത് യേശുനാഥൻ അവരുടെ നിയമങ്ങളെ പാലിക്കുന്നില്ലെന്നോ ലഘൂകരിക്കുന്നു എന്നുള്ള ആക്ഷേപം കൊണ്ടാണ്. സാബത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കുമ്പോൾ സാബത്തിനോട് ചേർന്ന് ഒത്തിരിയേറെ വിവാദങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ പ്രാധാന്യം കൽപ്പിക്കുന്ന നിയമം ഏത് എന്ന് നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നത്. ഇവിടെ നിയമജ്ഞന് പറ്റുന്നൊരു അബദ്ധമെന്ന് പറയുന്നത്, നിയമവും നിയമവ്യാഖ്യാനങ്ങളും പാരമ്പര്യങ്ങളും കൂടിക്കലർന്ന് വേർതിരിക്കാനാവാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ കാലക്രമേണ രൂപീകൃതമായ പല കാര്യങ്ങളും ഒരു നിയമത്തോട് ഓരോ സമയത്തും കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഒരവ്യക്തത സമൂഹത്തിലും പഠിപ്പിക്കുന്നവരുടെയും ഇടയിൽ ഉണ്ടെന്ന് പ്രകടമാണ്. അതുകൊണ്ട് യേശുനാഥന്റെ അടുക്കൽ വന്ന് ചോദ്യം ചോദിക്കുന്ന നിയമജ്ഞനെ സംബന്ധിച്ചിടത്തോളം യേശുനാഥൻ പറയുന്ന വാക്കുകളിൽ ഉത്തരം മുട്ടിക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിച്ചത്. യേശുനാഥനാവട്ടെ നിയമത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, നിയമത്തിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കാണ് അവരെ ക്ഷണിക്കുന്നത്. അതിനെ തുടർന്ന് മറ്റൊത്തിരിയേറെ കാര്യങ്ങൾ, ഒരു നിയമം സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായി നിയമമെല്ലാം വിരൽ ചൂണ്ടുന്നത് രണ്ട് കാര്യങ്ങളിലേക്കാണെന്ന് യേശുനാഥൻ കൃത്യതയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് കഴിയുക. ഇതിനേക്കാൾ മറ്റ് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് യേശുനാഥൻ പറയുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതൊക്കെ ഈ രണ്ട് കാര്യങ്ങളുടെ ആവർത്തനമോ ഈ രണ്ട് കാര്യങ്ങളെ കുറെ കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത്. നിയമങ്ങളെ മുഴുവനും വളരെ കാച്ചുകുറുക്കി യേശുനാഥൻ ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പലപ്പോഴും നമുക്കും പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. നിയമത്തിൻ്റെ ആന്തരികാർത്ഥം, നിയമത്തിൻ്റെ അടിസ്ഥാനം പലപ്പോഴും മറന്നുപോകും. കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ നിയമത്തിൽ നിന്ന് രൂപപ്പെട്ട പാരമ്പര്യങ്ങൾക്ക് അതിലേറെ പ്രാധാന്യവും നൽകിക്കൊണ്ട് നാം പല കാര്യങ്ങളെയും വ്യാഖ്യാനിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുമ്പോൾ നിയമത്തിൻ്റെ അന്തസത്ത നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. യേശുനാഥൻ ഈ കാര്യമാണ് നിയമജ്ഞന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. നിയമങ്ങൾ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി അവന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ നിയമങ്ങൾ പറഞ്ഞു കൊടുത്ത് വ്യാഖ്യാനിച്ച് പുനർവായനയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാനം മറന്നു പോകരുത്, അടിസ്ഥാനത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകരുത്. ഈ ഒരു കാഴ്ചപ്പാട് എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്.